ജാപ്പനീസ് എൻസെഫലൈറ്റിസ് വാക്സിൻ കുട്ടികൾക്ക് നൽകണമെന്ന് ആരോഗ്യവകുപ്പ്. ജാപ്പനീസ് എൻസെഫലൈറ്റിസ് ബാധിച്ച കുട്ടികൾക്ക് രോഗം ഭേദമായാലും പിന്നീട് അപസ്മാരം, ബുദ്ധിക്കുറവ്, നാഡീസംബന്ധമായ അസുഖങ്ങൾ എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികളിലും 60 വയസ്സിന് മുകളിലുള്ളവരിലുമാണ് രോഗം ഗുരുതരമായി കാണപ്പെടുന്നത്. കൊതുകുകൾ വഴി പകരുന്ന ഈ രോഗം പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യാൻ നിലവിൽ സാധ്യമല്ലെങ്കിലും കൊതുകു നിയന്ത്രണവും പ്രതിരോധ കുത്തിവയ്പും വഴി മനുഷ്യരിലെ രോഗബാധ നിയന്ത്രിക്കാനാകുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. ഈ സാഹചര്യത്തിൽ ജാപ്പനീസ് എൻസെഫലൈറ്റിസ് വാക്സിൻ കുട്ടികൾക്ക് വലിയ സംരക്ഷണമാണെന്നും അധികൃതർ വ്യക്തമാക്കി. വാക്സിൻ വളരെ സുരക്ഷിതമാണെന്നും ലഘുവായ പനി, കുത്തിവയ്പ് ഭാഗത്തെ വേദന, ചുവപ്പ് എന്നിവ മാത്രമാണ് സാധാരണയായി കാണപ്പെടുന്ന പാർശ്വഫലങ്ങളെന്നും അറിയിച്ചു. ഗുരുതര പാർശ്വഫലങ്ങൾ ദശലക്ഷത്തിൽ 1-2 കേസുകൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. സർക്കാർ സൗജന്യമായി നൽകുന്ന ഈ വാക്സിൻ കുട്ടികൾക്ക് നൽകാൻ രക്ഷാകർത്താക്കൾ മടിക്കരുതെന്ന് ആരോഗ്യവകുപ്പ് ഡയറക്ടർ അഭ്യർത്ഥിച്ചു. നിലവിൽ 9 മാസം മുതലുള്ള കുട്ടികൾക്ക് വാക്സിൻ നൽകി വരുന്ന ആലപ്പുഴ, തിരുവനന്തപുരം ജില്ലകളോടൊപ്പം മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലും 3 മാസത്തിനകം സ്കൂൾ, അങ്കണവാടി തല വാക്സിനേഷൻ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും അറിയിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഈ വിവരങ്ങൾ അറിയിച്ചത്. ഈ ചാനൽ ന്യൂസ്, മലപ്പുറം. വീട്ടിലേക്കൊരു പുതിയ ഫ്രിഡ്ജ് വേണം, പക്ഷേ ഒറ്റയടിക്ക് ഇത്രയും പണം വിഷമിക്കേണ്ട. വെയ്മെന്റിൽ ഇപ്പോൾ സ്മാൾ ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഉണ്ട്. എത്ര വലിയ പർച്ചേസും ഈസിയായി നടത്താം. നിങ്ങളുടെ സേവിങ്സ് വലിയൊരു തുകയാകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് പ്രൊഡക്റ്റും വെയ്മെന്റിൽ നിന്ന് സ്വന്തമാക്കാം. ചെറിയ നിക്ഷേപം, വലിയ സന്തോഷത്തോടെ വീട്ടിലേക്ക്. കൂടുതൽ വിവരങ്ങൾക്ക് വെയ്മെന്റുമായി കോൺടാക്ട് ചെയ്യൂ. Waymand, making it easy. Valanjeri. Phone 9526 001 003.